മറ്റൊന്നു വേണ്ടി പോ, നിന്റെ ഒരു വാക്കു മതി എനിക്ക്. മറ്റൊന്നു വേണ്ടി പോ, നിന്റെ ഒരു വാക്കു മതി എനിക്ക്. Father, your one word settles everything, Lord. വേണ്ടി പോ, നിന്റെ ഒരു വാക്കു മതി എനിക്ക്. മറ്റൊന്നു വേണ്ടി പോ, നിന്റെ ഒരു വാക്കു മതി എനിക്ക്. യേശുവേ, യേശുവേ, എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. യേശുവേ, എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നു വേണ്ടി പോ, നിന്റെ ഒരു വാക്കു മതി എനിക്ക്. മറ്റൊന്നു വേണ്ടി പോ, നിന്റെ ഒരു വാക്കു മതി എനിക്ക്. ദൈവമേ, എല്ലാ ദിവസവും വൈകുന്നേരം 7 മുതൽ 8 വരെ ഹാർവസ്റ്റ് കേരളയോടെയും യൂട്യൂബിലൂടെയും തത്സമയം നടക്കുന്ന ആരാധനയിലും പ്രാർത്ഥനയിലും ലോകത്തിന്റെ നാനാരാജ്യങ്ങളിൽ അനേക കുടുംബാംഗങ്ങൾ പങ്കെടുക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. തിരുവചനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാ. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലങ്കയിൽ ഞാൻ നിന്നെ താങ്ങുവേ. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ കുടുംബാംഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുമ്പോൾ ഇന്ന് രാത്രി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും നിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. രോഗത്താൽ വിഷമിക്കുന്നവരുണ്ട്, സാമ്പത്തികമായി തകർന്നിരിക്കുന്നവരുണ്ട്, കുടുംബങ്ങളിൽ സമാധാനമില്ലാത്തവരുണ്ട്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമായി തീരട്ടെ കർത്താവേ. തകർച്ചകൾ മാറട്ടെ, പരാജയങ്ങൾ മാറട്ടെ. അങ്ങയുടെ സൗഖ്യവും സ്വാതന്ത്ര്യവും സമാധാനവും കർത്താവേ ഓരോ പ്രിയപ്പെട്ടവരും അനുഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.
വേണ്ടിയും 2447 ദിവസങ്ങൾ പൂർത്തീകരിക്കുന്ന ഇന്ന് രാത്രിയിലും ശ്രീമദ്രെ അനേക പ്രിയപ്പെട്ടവർ നമ്മോടുകൂടെ പ്രാർത്ഥനയിലും ആരാധനയിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു പുതിയ മാസത്തിലേക്ക് നമ്മൾ ആരംഭിച്ച് ഈ ആരംഭ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്ന ഒരു ദൈവശബ്ദമുണ്ട്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. തീർച്ചയായിട്ടും പ്രതികൂലം നിറഞ്ഞ സാഹചര്യങ്ങളിലെ വെല്ലുവിളികളിലൂടെ, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഉപേക്ഷിച്ച, അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച മനുഷ്യർ തള്ളിക്കളഞ്ഞ എത്രയോ പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രേയിങ് കേരളയിൽ ലഭിക്കുന്നു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതകരമായ വിടുതലും നന്മയും ജീവിതങ്ങളിലേക്ക് നൽകുന്നു. തീർച്ചയായിട്ടും ദൈവം നമ്മുടെ കുടുംബാംഗങ്ങൾ അവർ കടന്നു പോകുന്ന വേദനകളും വിഷമങ്ങളും ഒക്കെ നമ്മളെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചറിയിക്കുന്നു. നമ്മൾ ഒന്നിച്ച് പ്രിയങ്കല കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ആ വിഷയങ്ങൾക്ക് മറുപടി നൽകി കൊടുക്കുന്നു. ഇത് ആലപ്പുഴ ജില്ലയിൽ നിന്നും സുധ അറിയിച്ചത് മകൻ ബെഹറിൽ അവൻ്റെ ജോലി ഇല്ലാതെ വളരെയധികം വിഷമിക്കുന്ന ആ സമയത്താണ് മകന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആ വിഷയം പ്രിയങ്കലയിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. നമ്മൾ പ്രിയങ്കല കുടുംബാംഗങ്ങൾ ഒരു മനസ്സോടെ ചേർന്ന് പ്രാർത്ഥിച്ചു. നമ്മെ ഇവിടെ അറിയിച്ചിരിക്കുന്ന മകനൊരു അനുഗ്രഹിക്കപ്പെട്ട ജോലി ലഭിച്ചു. പ്രാർത്ഥിച്ച എല്ലാ കുടുംബാംഗങ്ങൾക്കും നന്ദി അറിയിച്ചിരിക്കുന്നു. തൊട്ടടുത്ത ഭവനത്തിൽ താമസിക്കുന്ന വ്യക്തി ഹൃദയ രോഗനിമിത്തം 45 ദിവസം ഐസിയുവിൽ അഡ്മിറ്റ് ആയിരുന്ന സമയത്താണ് ശ്രീമദ്രെ ഇത് കൊല്ലത്തു നിന്നും ഒരു മാതാവ് ആ സഹോദരന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രിയങ്കലയിൽ വിളിച്ചു പറഞ്ഞത്. നമ്മൾക്ക് ലഭിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ മാത്രമല്ലല്ലോ, എത്രയോ പ്രിയപ്പെട്ടവർ, എത്രയോ കുടുംബാംഗങ്ങളാണ് ചേർന്ന് പ്രാർത്ഥിക്കുന്നത്. ഒരുമിച്ച് നമ്മോടുകൂടെ ചേർന്ന് പ്രാർത്ഥിച്ചു കർത്താവ് അത്ഭുതകരമായ സൗഖ്യം നൽകി എന്ന് അറിയിച്ചിരിക്കുന്നു. ഹസ്ബൻഡിന് കിഡ്നി സ്റ്റോണിനാൽ വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന അതികഠിനമായ വേദനയും ഡോക്ടേഴ്സിനെ കണ്ടപ്പോൾ ഉടൻ തന്നെ സർജറി വേണമെന്ന് പറഞ്ഞു. ഈ വിഷയം പ്രിയങ്കലയിൽ റെനിയാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അറിയിച്ച് നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. ദൈവബ്രദറെ ഇപ്പോൾ നമ്മെ അറിയിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചു. യേശു സൗഖ്യമാക്കി സർജറി കൂടാതെ തന്നെ കർത്താവ് വിടുവിച്ചു. പ്രാർത്ഥിച്ചതിന് നന്ദി അറിയിച്ചിരിക്കുന്നു. ശരീരത്തിൽ ബ്ലഡ് കൗണ്ട് വളരെ കുറവായിരുന്നു. ബത്തേരിൽ നിന്നും ഒരു സഹോദരിയാണ് അറിയിച്ചിരിക്കുന്നത്. ആ സമയത്തായിരുന്നു പ്രിയങ്കലയിൽ പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മോടുകൂടെ ഈ മാതാവും ചേർന്ന് പ്രാർത്ഥിച്ചു. ശ്രീമദ്രെ സംഭവിച്ചത് പ്രാർത്ഥനയ്ക്ക് ശേഷം വീണ്ടും ചെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം നോർമൽ ആയിരിക്കുന്നു. പ്രാർത്ഥിച്ചോളാം. നന്ദി. നമുക്ക് ഒന്നിച്ച് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്ന അനേകം പ്രിയപ്പെട്ടിട്ടുണ്ട്. യേശുവിന്റെ സൗഖ്യം ഇപ്പോൾ തന്നെ ഈ ആരാധനയെ പങ്കെടുക്കുന്ന ഈ നിമിഷത്തിൽ തന്നെ ഓരോരുത്തരിലും വരേണ്ടതുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുമ്പോൾ സൗഖ്യമില്ലാതെ വിഷമിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും നിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹൃദയ സംബന്ധമായ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവേ, കിഡ്നി സംബന്ധമായ രോഗത്താൽ വിഷമിക്കുന്നവരുണ്ട്, ഐസിയുവിലായിരിക്കുന്നവരുണ്ട്, വെന്റിലേറ്ററിലായിരിക്കുന്നവരുണ്ട് കർത്താവേ, ക്യാൻസറിന്റെ വിവിധ സ്റ്റേജുകളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുടെ കർത്താവേ, അലർജി നിമിത്തം വിഷമിക്കുന്നവരുണ്ട്, അസ്ഥി സംബന്ധമായ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. ഏത് രോഗമാണെങ്കിലും തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന അങ്ങയുടെ സഹായവും സാന്നിധ്യവും കർത്താവേ ഇപ്പോൾ തന്നെ ആ വ്യക്തികളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ വരട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതേ കർത്താവേ, കർത്താവ് കാൽവറിയിൽ തികച്ചെടുത്ത സൗഖ്യത്തെയും വിടുതലും ഇപ്പോൾ ആമീൻ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. സൗഖ്യമായി തീരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. Amen. Bible says this is the day that the Lord has made. Amen. And we will rejoice and be glad in it. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം കർത്താവിൽ ആനന്ദിക്കും, സന്തോഷിക്കും. Bible reminds us that there is joy in the presence of the Lord. വചനം നമ്മളെ പഠിപ്പിക്കുന്നു യേശുവിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. And Jesus said, peace I leave unto you, and the peace that passeth all understanding. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിനക്ക് സമാധാനം തരും, അത് ഈ ലോകം തരുന്നത് പോലെയല്ല, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം തന്നെ. And that's our prayer this evening, that the peace of God will reign in our hearts. അത് തന്നെയാണ് ഇന്ന് നമ്മുടെ പ്രാർത്ഥന. യേശു നൽകുന്ന സമാധാനത്താൽ നമ്മൾ ഓരോരുത്തരും ഇന്ന് പകൽ നിറയട്ടെ. ഫ്രണ്ട് BP കൂടി ഞരമ്പ് പൊട്ടി വെന്റിലേറ്ററിൽ ആയിരുന്ന വേളയിൽ ഡോക്ടേഴ്സ് കൈവിട്ടപ്പോൾ ബ്രെയിൻ കേരളയിലേക്ക് പ്രാർത്ഥന സഹായം തേടി പ്രാർത്ഥനയ്ക്കായിട്ട് വിളിച്ച് അറിയിച്ചു. 3 ദിവസങ്ങൾക്ക് മുൻപ് അവരത് ചെയ്തത്. ബ്രെയിൻ കേരള ചേർന്ന് പ്രാർത്ഥിച്ചു. 29/10/2020 അവരറിയിക്കുന്നത് അതിശയകരമായ സൗഖ്യത്തെ കർത്താവ് അവർക്ക് നൽകിക്കൊടുത്തു. ഇത് ശ്രീവിദ്യയുടെ വിഷയം. ഗർഭിണിയായിരുന്നു, യൂട്രസിലൊരു മുഴയുണ്ടായിരുന്നു. അപ്പം പരിശോധനകൾക്ക് ശേഷം ഡോക്ടേഴ്സ് അവർക്ക് ഉറപ്പ് പറഞ്ഞത് ആ കുഞ്ഞിനെ നഷ്ടപ്പെടും, അതിനെക്കുറിച്ച് ഇനി പ്രതീക്ഷ വേണ്ട എന്ന് പറഞ്ഞു. ബ്രെയിൻ കേരളയിൽ ഈ വിഷയം അവർ അറിയിച്ചു, ചേർന്ന് പ്രാർത്ഥിച്ചു. ഒരു കുഴപ്പവും കൂടാതെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലിനെ ദൈവം അവർക്ക് നൽകിക്കൊടുത്തു. പ്രാർത്ഥിച്ചു. എല്ലാവർക്കും 30/10/2020 ജീന നന്ദി അറിയിച്ചിട്ടുണ്ട്. നമുക്ക് സുനോ ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കണം. ഗർഭിണികളായ സ്ത്രീകൾ, അതുമാത്രമല്ല യൂട്രസിൽ മുഴ, ശരീരത്തിൽ പല ആന്തരിക അവയവങ്ങളിൽ, ബാഹ്യ അവയവങ്ങളിൽ മുഴകൾ നിമിത്തം വിഷമിക്കുന്ന പ്രത്യേകിച്ച് ഒരുപാട് സ്ത്രീകളുണ്ട്. സ്ത്രീജന്യമായ രോഗങ്ങളുടെ സൗഖ്യത്തിനായി നമുക്കിന്ന് രാത്രി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. അനേകരുടെ വിലാപങ്ങൾ നമുക്ക് ഇവിടെ ലഭ്യമാകുന്നുണ്ട്. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം.
അതിശയങ്ങളുടെ കർത്താവ്. 103-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, ദൈവം നമ്മുടെ അകൃത്യങ്ങൾ, ലംഘനങ്ങൾ, അകൃത്യം എന്ന് പറഞ്ഞാൽ കൃത്യമല്ലാത്തതെല്ലാം നമ്മളോട് ക്ഷമിച്ച് നമ്മുടെ സകല രോഗങ്ങളെയും അവിടുന്ന്. നമുക്ക് ഒന്നിച്ചാ തിരുവെടുത്ത് വായിക്കാം, സ്ക്രീനിൽ അത് വരുന്നുണ്ട്. ദൈവം നമ്മുടെ അകൃത്യം ഒക്കെയും, ദൈവം എൻ്റെ അകൃത്യം ഒക്കെയും മോചിച്ച് എൻ്റെ സകല രോഗങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. ഇന്നു രാത്രി അങ്ങനെയെങ്കിൽ I have a God in Jesus who can heal me perfectly and completely. And the wholeness that Jesus has made available on the cross of Calvary is for me as well. യേശു ക്രൂശിൽ ലഭ്യമാക്കി തന്ന, യേശു കർത്താവിന്റെ ക്രൂശി മരണത്താല് യേശു കർത്താവ് നമുക്ക് വേണ്ടി മറുവില ആയതുകൊണ്ട് നാം ഇനി ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവ് പാപത്തിന്റെ ശക്തിയെ കർത്താവ് തകർത്തു. മാത്രമല്ല, രോഗത്തിന്റെ ശക്തിയും ആധിപത്യവും നമ്മുടെ ശരീരങ്ങളിൽ നിന്നും കർത്താവ് എന്നേക്കുമായിട്ട് പുറത്താക്കി. യേശു മറുവില ആയതുകൊണ്ട് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ നമുക്ക് യേശുവിനെ നമുക്ക് ലഭ്യമായി, യേശുവിനുള്ളതും നമ്മുടേതായി മാറി. Romans chapter 8 verse number 17 says, if children then heirs and joint heirs with Christ Jesus. റോമാലേഖനം 8:17 ഇങ്ങനെ പറയുന്നു, നാം യേശുക്രിസ്തുവിന്റെ മക്കളെങ്കിൽ ആമേൻ നമ്മൾ അവകാശികളും യേശുവിനോടൊപ്പം നമ്മൾ കൂട്ടവകാശികളുമാകും. What more we need? യേശുവിന്റെ മറുവില ആയതിന്റെ പ്രയോജനം അത്. What Jesus is has become ours. യേശു എന്തായിരിക്കുന്നുവോ ആണോ അത് നമ്മുടേതായി മാറി. That's the privilege of loving Jesus and being loved by Jesus. യേശുവിനാൽ സ്നേഹിക്കപ്പെടുകയും യേശുവിനെ സ്നേഹിക്കുകയും ചെയ്യുന്നതിന്റെ പ്രയോജനം അത്. ഇന്ന് നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. അനേക സ്ത്രീകൾ പല രോഗത്താൽ വിഷമിക്കുന്നു. ഒരുപാട് പേര് നിലവിളിയോടെ ആയിരിക്കുന്നു, കഷ്ടപ്പെടുന്നുണ്ട്. വീണ്ടും നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ ഈ സന്ദർഭത്തിൽ രോഗത്തിലൂടെ പോകുന്ന സ്ത്രീകൾക്കായി ഒന്നിച്ച് ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഇപ്പോൾ സ്ത്രീ സമൂഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പല തരത്തിലുള്ള രോഗങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട് കർത്താവേ. പ്രത്യേകിച്ച് ഡെലിവറി ടൈമിൽ, കാരിങ് സ്റ്റേജിൽ, പ്രഗ്നൻസി ടൈമിലൊക്കെയും പല തരത്തിലുമുള്ള കോംപ്ലിക്കേഷൻസിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്. യൂട്രസിന്റെ അകത്തുള്ള മുഴകൾ, എല്ലാ തരത്തിലുമുള്ള പ്രോബ്ലംസ് ഇപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായിട്ട് സൗഖ്യമാകട്ടെ. ആ യൂട്രസ് സൗഖ്യമാകട്ടെ, ആ ഓവറീസ് സൗഖ്യമാകട്ടെ, ആ ശരീരത്തിലുള്ള ഹോർമോൺ ഇംബാലൻസസ് യേശുവിന്റെ നാമത്തിൽ നോർമൽ ആകട്ടെ. ഞങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്, കാരിങ് സ്റ്റേജസിലായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരിമാർക്ക് സുഖപ്രസവം, ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ കർത്താവ് ദാനമായിട്ട് കൊടുക്കും. കർത്താവെ, അവിടുന്ന് അത്ഭുതം ചെയ്യും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. തങ്കച്ചയ, ഇന്ന് രാത്രി നമുക്ക് ഒന്നിച്ച് പുരുഷന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പുരുഷന്മാരുടെ ആരോഗ്യത്തിന്, ആണുങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കുഞ്ഞു മുതൽ ഏറ്റവും മുതിർന്ന പുരുഷൻ, ലോകത്തിൽ എവിടെ പാർത്താൽ, ചിലരൊക്കെ കാട്ടിൽ പാർക്കുന്നവരുണ്ട്, അവിടെയും യേശുവിൻ്റെ ആത്മാവ് അവരുടെ മേൽ പൊരുന്ന് ഇറങ്ങി വസിക്കണം. തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നത്, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. അവിടെ ബ്രാക്കറ്റിലെങ്കിലും എങ്ങും കൊടുത്തിട്ടില്ല സംസ്കാരമുള്ളവരെന്നോ വിദ്യാഭ്യാസമുള്ളവർ മാത്രമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തുള്ളവരെന്ന് മാത്രമോ എന്ന് ഒന്നും അവിടെ എഴുതിയിട്ടില്ല. അവിടെ വ്യക്തമാക്കുന്ന, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും, അത് കാട്ടിൽ പാർത്താലും നാട്ടിൽ പാർത്താലും ചന്ദ്രനിലാണെങ്കിലും മനുഷ്യനാണോ, അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ കർത്താവ് പകർന്നുകൊണ്ടിരിക്കുന്നു. ഇന്നു രാത്രി നമുക്ക് ഒന്നിച്ച് പുരുഷന്മാരുടെ, ആണുങ്ങളുടെ, ആൺകുഞ്ഞുങ്ങൾ മുതൽ ഏറ്റവും മുതിർന്ന പിതാവ് വരെ അവരുടെ സൗഖ്യത്തിനായി പ്രത്യേകിച്ച് പ്രോസ്ട്രേറ്റ് സംബന്ധമായി മൂത്രാശയ രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന, തീവ്രമായ വേദന തിന്നുന്ന ഒത്തിരി പ്രിയപ്പെട്ടവർ ബ്രെയിൻകളിൽ നമുക്ക് ടെലിവിഷൻ സ്ക്രീനിലേക്ക് വരുന്ന നമ്പറിലേക്ക് ആളുകൾ വിളിച്ച് ചിലപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ അവരുടെ നിലവിളികൾ, എൻ്റെ കുഞ്ഞെ ഉറങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു എന്ന് പറയുന്നവരുണ്ട്. ചിലർ വലിവ് നിമിത്തം വിഷമിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ, മക്കളുടെ വേർപാട്, ഭാര്യയുടെ വേർപാട്, അല്ലെങ്കിൽ ഭാര്യ ഉപേക്ഷിച്ചു പോയി, മറ്റാരുടെ കൂടെയൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞ്
ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന പുരുഷന്മാരുണ്ട്. ഇന്ന് രാത്രി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ കുടുംബത്തിൻ്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബം, അല്ലെങ്കിൽ സഹോദരങ്ങളുടെ കുടുംബം, അല്ലെങ്കിൽ അപ്പനും അമ്മയും നോക്കേണ്ട ഉത്തരവാദിത്വം ഉള്ള ആ പുരുഷന്മാർ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റാതെ സാമ്പത്തികമായിട്ട് ഒത്തിരി വെല്ലുവിളികളിലൂടെ പോകുന്ന പ്രിയപ്പെട്ടവരുടെ തങ്ങച്ചായ നമുക്കറിയാം, ടെലിഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ ചിലർ ചങ്ക് ഉരുകുക, അവർക്ക് പറയാൻ പറ്റുന്നില്ല. ചിലരുടെയൊക്കെ നമ്മൾ നേരിട്ട് കുടുംബയോഗങ്ങൾക്കൊക്കെ കാണുമ്പോൾ ചിലർ കരയാത്ത ചിലർ കരയുമ്പോൾ ചിലപ്പോൾ അവരുടെ നെഞ്ചത്തൊക്കെ ഇങ്ങനെ ആ പുരുഷന്മാരുടെ നെഞ്ചത്തൊക്കെ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കയ്യിലൊക്കെ വീഴുന്നത് തിളച്ച വെള്ളം വീഴുന്നത് പോലെ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വീഴുന്നത്. ഇന്ന് രാത്രി നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. മറ്റാരോടും പറയാൻ കഴിയാതെ തീവ്രമായ വേദന തിന്നുന്ന, സൗഖ്യമില്ലാതെ മനസ്സും ശരീരവും ഒരുപോലെ അസ്വസ്ഥതയിലൂടെ പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ബാധ്യതകളുടെ മുമ്പിൽ കടന്നു പോകുന്നവരുണ്ട്. അഭിമാന നിമിത്തം ആരോടും പറയാൻ പറ്റാതെ നാട് വിട്ടുപോയിട്ട് എവിടേക്കോ ഒളിച്ചു പാർക്കുന്നവർ ഇന്ന് രാത്രിയിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ മേൽ സൗഖ്യമുണ്ടാകണം. തകച്ചായ കർത്താവ് പ്രവർത്തിക്കില്ലേ? തീർച്ചയായിട്ടും പ്രവർത്തിക്കും. സാമ്പത്തിക ഇതുപോലെ നമ്മുടെ കുടുംബയോഗം നടക്കുമ്പോഴത്തേക്കിന് ഒരു സ്ഥലത്ത് ഒരു പിതാവ് വന്നിട്ട് കരയുകയാണ്. ചോദിച്ച പ്രാർത്ഥനാ വിഷയം പറഞ്ഞെന്ന് പറഞ്ഞാൽ മക്കളുടെ ഉപദ്രവമാണ്. ഒരു മകൻ വന്നിട്ട് അമ്മയെ തല്ലും, അമ്മയുടെ അടിക്കുന്ന പിതാവ് ചെല്ലുമ്പോൾ പിതാവിനെ പിടിച്ച് താഴെ ഇടുന്നു. അങ്ങനെ വളരെ നിലവിളിക്കുകയാണ്, എൻ്റെ മക്കളെന്നെ ഉപദ്രവിക്കുന്നു പറഞ്ഞ്. തങ്കച്ചായനേക്കാൾ ഉയരവും പൊക്കവും തടിയും ഒക്കെ ഉള്ള 4 ആൺമക്കളുള്ള ഒരു പിതാവ്, അദ്ദേഹം ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ട് റിട്ടയർ ചെയ്ത മനുഷ്യന്. അദ്ദേഹം ഈ കിട്ടുന്ന ശമ്പളം മുഴുവൻ അന്യമാക്കി കളയുമായിരുന്നു. ഇന്നേക്ക് 23 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ, നമ്മുടെ മാത്യു സാർ, ഞങ്ങൾ ആ വീട്ടിലേക്കൊന്ന് പോകേണ്ട സാഹചര്യം വന്നു. ആ സാഹചര്യത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ കാണുന്നത് ഈ തടിയന്മാരായ 4 മക്കളും കൂടെ അപ്പനെ മുകളിലോട്ട് വാരിയിട്ട് അമ്മാനമാടുക. ഈ കോട്ടയത്ത് തന്നെ നമ്മൾ ഈ നിൽക്കുന്ന ഈ സ്റ്റുഡിയോയിൽ നിന്ന് 2 കിലോമീറ്ററിനുള്ളിലാണ് ഈ വീടെന്ന് ഓർക്കണം. എന്നാ ശ്രദ്ധിക്കുക, 23 വർഷങ്ങൾക്ക് പിറകില്ല, പഠിക്കുവാൻ സമർത്ഥരായ കുട്ടികൾ, ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ. പക്ഷേ ഈ അപ്പൻ കിട്ടുന്ന പണം, ആ കാലത്ത് 38,000 രൂപ ശമ്പളം കിട്ടുന്ന മനുഷ്യൻ വീട്ടിൽ കുട്ടികൾക്ക് ഒരു നേരത്തെ ആഹാരം പോലും വാങ്ങിച്ചു കൊടുക്കത്തില്ല. എല്ലാം തോന്നിയതുപോലെ കളയും, മദ്യപിച്ച് കളയും, മറ്റുള്ളവർക്ക് കൊടുക്കും. അദ്ദേഹം കോഴിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് അദ്ദേഹം എന്നാ പറയുന്നത്, പട്ടിയെ കിട്ടുന്ന സ്ഥലത്ത് പോയിട്ട് അത് ഉണ്ടാക്കിയിട്ട് പട്ടിയും അദ്ദേഹം കൂടെ ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കും. കാണാൻ മെനയുള്ളൊരു പട്ടി ആണെങ്കിൽ തന്നെ വേണ്ടില്ല, ചുമ്മാ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു പട്ടി. അതും ഇത് രണ്ടും കൂടെയാണ്, ഇവർ രണ്ടും കൂടെ ഒന്നിച്ച് കഴിയും. മക്കൾ, കൊച്ചു പിള്ളേർ നോക്കിയിരുന്നാൽ ഒരു കഷ്ണം ഇറച്ചി ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാത്ത അപ്പൻ. അതും ഇപ്പം തങ്കച്ചായൻ പറഞ്ഞതുപോലെ അതിൻ്റെ മറുവശം കൂടെ. അങ്ങനെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന, ഭാര്യ ഉപദ്രവിക്കുന്ന, അമ്മയെ ഉപദ്രവിക്കുന്ന, സഹോദരിയെ ഉപദ്രവിക്കുന്ന, സഹോദരന്മാരെ ഉപദ്രവിക്കുന്ന, കുഞ്ഞുങ്ങളെ കെട്ടിയിട്ട് തല്ലുന്ന ഒക്കെ ഒത്തിരി പിതാക്കന്മാരുണ്ട്. സഹോദരന്മാർ തമ്മിൽ അടിയും ബഹളവും ഉണ്ട്. ചിലപ്പോൾ 1 സെൻറ്റ് വസ്തുവിന് വേണ്ടിയായിരിക്കും, പക്ഷേ കത്തിക്കുത്തിൻ്റെ മേലൊക്കെ വരുന്ന വിഷയങ്ങൾ നമുക്കിവിടെ പ്രൈം കേരളയിൽ അനേകരുടെ വിവരങ്ങൾ വരുന്നുണ്ട്. അവനെ ഞാൻ കൊല്ലും, അവനെ ഞാൻ ആരാണെന്ന് അവനെ അറിയിച്ചിട്ട് അടങ്ങും എന്നൊക്കെ ചിലർ ഫോണിലൂടെ ആണെങ്കിൽ പോലും അറ്റൻഡ് ചെയ്യുന്നവരോട് പോലും അങ്ങ് ദേഷ്യപ്പെട്ട് സംസാരിക്കാറുണ്ട്. ഇന്ന് രാത്രി നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സമാധാനം ഓരോ പുരുഷനിലും ഇറങ്ങി വസിക്കേണ്ടതിന് അവരിൽ നിന്ന് വൈരാഗ്യം മാറിപ്പോകട്ടെ. നമുക്കൊരു നല്ല മനുഷ്യനായി തീരാൻ അവസരം ഇഷ്ടം പോലെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാ ഈ കയ്പിനകത്ത് ജീവിക്കുന്നത്? എന്തിനാ ഈ പക കൊണ്ട് ജീവിക്കുന്നത്? എന്തിനാ ഈ പക വീട്ടുന്ന, ഈ പകരം വീട്ടുന്ന രക്തച്ചൊരിച്ചിലിൻ്റെ ചിന്തകളുമായിട്ട് ജീവിക്കുന്നത്? എന്തിനാ നമ്മൾ ഈ ചതിവിൻ്റെ ചിന്തകളുമായിട്ട് ജീവിക്കുന്നത്? എന്തിന് നമ്മൾ ഈ ചതിവിൻ്റെ പ്രവർത്തികൾ ജീവിക്കണം? നമുക്ക് നല്ലതായിട്ട് ജീവിക്കാൻ സാധിക്കുമല്ലോ, നല്ലൊരു പൗരനാകാൻ സാധിക്കും, നല്ലൊരു അപ്പനാകാൻ സാധിക്കുമല്ലോ, നല്ലൊരു ഭർത്താവാകാൻ സാധിക്കുമല്ലോ, നല്ലൊരു മകനായി തീരുവാൻ സാധിക്കുമല്ലോ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമുക്കൊന്നിച്ച് പ്രൈം കേരള കുടുംബത്തിൽ പുരുഷന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിവിധ നിലകളിൽ വിഷമിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ സമാധാനത്തിനായി നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കും. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കർത്താവേ, പുരുഷ സമൂഹത്തെ യേശു കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അനേകർ കർത്താവേ പല പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. കർത്താവേ, ഭാര്യമാർ മരിച്ചവരുണ്ട് കർത്താവേ, അതുപോലെ ഭാര്യ ഉപേക്ഷിച്ചിട്ട് പോയവരുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, സാമ്പത്തികമായ പ്രയാസങ്ങളെ ഭാരപ്പെടുന്നവരെ, കർത്താവ് ചികിത്സയ്ക്ക് പണമില്ലാതെ, കർത്താവ് അതുപോലെ വീട്ടിൽ വരുന്ന ഓരോ പ്രയാസങ്ങളും കർത്താവ് തറയിലേറി കർത്താവ് പ്രയാസപ്പെടുന്നത് യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ
അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പകയും വിദ്വേഷം വെച്ചുകൊണ്ട് സഹോദരന്മാരെ തമ്മിൽ അതുപോലെ മറ്റുള്ളവരുമായി പിണക്കത്തിൽ കഴിയുന്നുണ്ട്. യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ പ്രയാസങ്ങൾ മാറട്ടെ, ആ പക മാറട്ടെ, വിദ്വേഷം മാറട്ടെ, ദൈവിക സമാധാനത്താൽ ഓരോരുത്തരും നിറയണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ കർത്താവേ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ കർത്താവേ പ്രായമായവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ മദ്യത്തിന് മയക്കുമരുന്ന് അടിമകളായിട്ടുണ്ട്, അവരുടെ മദ്യപാനം മാറട്ടെ, കർത്താവേ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മാറട്ടെ. ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് അനുഗ്രഹിക്കുന്ന മനുഷ്യർക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവേ, ഞങ്ങൾ ഈ സമയത്ത് പ്രത്യേകിച്ച് കർത്താവ് പുരുഷന്മാരെ വീണ്ടും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങൾക്കും വേണ്ടാത്ത ബന്ധങ്ങൾക്കും ഒക്കെ അടിമപ്പെട്ടു പോയവരുണ്ട് കർത്താവേ. അതിൽ നിന്ന് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ട്, അതിൽ നിന്ന് പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട് കർത്താവേ. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, നിന്റെ സാന്നിധ്യത്താൽ നിന്റെ ശക്തിയാൽ അവരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് നല്ലൊരു വ്യക്തിയായി തീരുവാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പല കാരണങ്ങളാ കർത്താവേ ദേശം വിട്ട് നാട് വിട്ട് പോകേണ്ടി വന്നവരുണ്ട് കർത്താവേ. പല സ്ഥലങ്ങളിൽ ഒളിവിൽ താമസിക്കുന്നവരുണ്ട് കർത്താവേ. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവർ കടന്നു പോകുന്ന ആ വിഷയം എന്ത് തന്നെയാണെങ്കിലും അതിൽ നല്ല നീ അവരെ വിടുവിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ പ്രിയപ്പെട്ട ദൂരെ എവിടെയോ കർത്താവ് ഉള്ളപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവരുടെ കൂടെ സന്തോഷത്തിൽ ഒന്നിച്ച് പാർക്കുവാൻ ദൈവമേ നിന്റെ കൃപ അവർക്ക് നൽകി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കർത്താവേ, വളരെ കഷ്ടപ്പെട്ട സാഹചര്യങ്ങൾ ജോലി ചെയ്യുന്നവരുണ്ട് കർത്താവ്, അപകടമായ നിലയിൽ കർത്താവെ ജോലി ചെയ്യുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. നിന്റെ കൃപ അവരോട് കൂടെ ഇരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. അപ്പോൾ തന്നെ കർത്താവ് ഒറ്റപ്പെടൽ അനുഭവങ്ങളിൽ കടന്നു പോകുന്നവരുണ്ട് കർത്താവെ. മറ്റുള്ളവരെല്ലാം പഴിചാരി കർത്താവ് വളരെ വിഷമത്തിലൂടെ കടന്നു പോകുന്ന പിതാക്കന്മാരുണ്ട് കർത്താവെ, സഹോദരന്മാരുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ കൃപ അവരോട് കൂടെ ഇരിക്കണമേ, അങ്ങനെ സമാധാനത്താൽ അവരെ നിറയ്ക്കണമേ, നിന്റെ ശക്തിയാൽ അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. അതേ കർത്താവെ, ആൺ പൈതങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ഉയരത്തിൽ നിന്നുള്ള ശക്തിയാൽ അവരെ നിറയ്ക്കുമാറാണോ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പഠിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളുടെ മേലും കർത്താവെ അങ്ങയുടെ ജ്ഞാനം വന്ന് നിറയട്ടെ കർത്താവെ. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ ഭക്തിയുടെ ആത്മാവിനാൽ ഓരോ കുഞ്ഞുങ്ങളും നിറയട്ടെ. അപ്പോൾ തന്നെ പല കുഞ്ഞുങ്ങളും കർത്താവെ പലതിനും അടിമകളായി തീർന്നിരിക്കുന്നില്ല കർത്താവ്. മദ്യത്തിനും മയക്കുമരുന്നിനും വേണ്ടാത്ത കൂട്ടുകെട്ടിനും ഒക്കെ അടിമകളായ കുഞ്ഞുങ്ങൾ യേശുവിൻ നാമത്തിൽ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. യേശു സ്വതന്ത്രനാക്കിയാൽ സാക്ഷാൽ സ്വതന്ത്രനാവുന്നല്ലോ കർത്താവെ. കർത്താവ് അവരെ സ്വതന്ത്രരാക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്വദേശത്തും വിദേശത്തുമായി കർത്താവെ ജയിലിലായിരിക്കുന്ന ഞങ്ങളുടെ പുരുഷന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, നിന്റെ സ്വാതന്ത്ര്യം അവരുടെ മേലുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. എന്ത് പ്രയാസമായിരുന്നാലും കർത്താവെ വിടുവിക്കുന്ന ദൈവത്തിൽ കർത്താവെ ഞങ്ങൾ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മഹത്യാ ചിന്തയിലായിരിക്കുന്നവരുണ്ട് കർത്താവെ. ദൈവം ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് കർത്താവെ. അങ്ങയുടെ സ്വസ്ഥത കർത്താവയുടെ സമാധാനം അവരിൽ ഉളവായി വരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. നീ അവരെ വിടുവിക്കും സഹായിക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കണം. പ്രേം കേരളയിൽ വരുന്ന ഓരോ വിഷയത്തിനു വേണ്ടി നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നത്
യേശു അത്ഭുതം പ്രവർത്തിക്കുന്നു. മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. ഈ വിഷയം മകളുടെ പിതാവ് ഇവിടേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അറിയിച്ച് നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. അനുഗ്രഹിക്കപ്പെട്ടൊരു പൈതലിനെ മകൾക്ക് നൽകി കൊടുത്തു എന്ന സന്തോഷത്തോടെ പിതാവ് നമ്മെ അറിയിച്ചിരിക്കുന്നു. പ്രാർത്ഥിച്ചതിന് എല്ലാവരോടും നന്ദി അറിയിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ ജോലി ഇല്ലാതെ നിൽക്കുന്ന അനേകം പ്രിയപ്പെട്ട പ്രാർത്ഥനയ്ക്ക് വേണ്ടി അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ ജോലി നഷ്ടപ്പെട്ടു പോയവരുണ്ട്. വിദേശ രാജ്യം ജോലി ചെയ്യുന്നപ്പോൾ തന്നെ സാലറി ലഭിക്കാത്തുണ്ട്. അപ്പോൾ തന്നെ വിസ തീർന്നു പോയ പ്രിയപ്പെട്ടവരുണ്ട്. നാട്ടിലേക്ക് വരാനും പറ്റുന്നില്ല, അവിടെ ജോലിയുമില്ല, വളരെയധികം വിഷമിക്കുന്ന പല പ്രിയപ്പെട്ടവരും. അവർക്ക് വേണ്ടി ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലിക്ക് വേണ്ടി പോയവരും ജോലി ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്. ആ പ്രിയപ്പെട്ടവരൊക്കെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഈ കോവിഡ് വന്ന മുഖാന്തരം പല പ്രിയപ്പെട്ടവർക്കും ജോലിയില്ല, സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകളുടെ വെല്ലുവിളികളുടെ ഒക്കെ കടന്നു പോകുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ ചേർന്ന് പ്രാർത്ഥിക്കണം. വിദേശ രാജ്യങ്ങളിൽ നിന്ന് അവധിക്ക് വന്നിട്ട് ലോക്ക്ഡൗൺ കാരണം തിരിച്ച് ജോലിക്ക് പോകാൻ പറ്റാത്ത പ്രിയപ്പെട്ടവരുണ്ട്. ഇനി തിരിച്ച് എന്നാൽ ജോലി കാണുമോ ഇല്ലയോ ഒക്കെ വളരെ ടെൻഷനിലൂടെ ഭാരത്തിലൂടെ ഒക്കെ പോകുന്ന പ്രിയപ്പെട്ടുണ്ട്. എന്ന് നമുക്ക് ആ പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അവിടെ ആയിരിക്കുന്ന ജനത്തിന് വേദനയും പ്രയാസം നന്നായി അറിയാവുന്നൊരു വ്യക്തിയാണ്. ഇന്ന് നമുക്ക് ഒന്നിച്ച് ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും ചേർന്ന് പ്രാർത്ഥിക്കും. വിദേശ രാജ്യങ്ങളിൽ മറ്റ് സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവർ അവർക്ക് വേണ്ടി നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹാൻസ് ബ്രദർ പ്രാർത്ഥിച്ചാട്ടെ. Lord Heavenly Father, we give you thanks and praise, Lord Jesus, for this evening, oh Lord God. I pray for Lord Jesus, for every Yes, person, Lord, every brother, sisters, Lord Jesus. I pray for their jobs, Lord God. People who have lost their jobs, Lord God. I pray, Lord God, you shall open doors, Lord. The windows of heaven will be opened upon their lives, Lord God. I pray, Lord, for the finances, Lord, for all these people, Lord God. I pray for jobs, Lord, people in India and abroad, Lord God, in the Middle East and Europe and Asia and everywhere else, Lord God. I pray, Lord Jesus, you shall bless them, Lord. I pray, Lord, you shall bless each and every family, Lord God. I pray for financial blessings, Lord, upon each and every family, for their children, oh Lord God. Lord Jesus, I give you thanks and praise, oh Lord God. All ask your holy name, oh Lord God. We just praise you and give you glory, oh Lord God. Father, we pray for the jobless and people who are waiting for jobs and opportunities, Lord, and people who are about to invest into investments or in business and many other kinds. So Father God, we pray that the blessings of the Lord will make them rich, oh Father God. Bless them as we pray together in Jesus' name. Protect them and provide for them, oh God. Lord, we pray that you will open doors of opportunities. We declare doors of opportunities, God's favor over them, breakthroughs of God to come into their lives in Jesus' name. Bless them, കർത്താവേ. ജോലിക്കായി കാത്തിരിക്കുന്നവരുണ്ട്, പ്രയത്നിക്കുന്നവരുണ്ട്, ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുവാൻ വേണ്ടി ചിന്തിക്കുന്നവരുണ്ട്. ആശയങ്ങളെ നൽകണമേ, തക്കതായതെല്ലാം അവിടുന്ന് ഒരുക്കി കൊടുക്കണമേ. ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാത്തിരിക്കുന്നവരുണ്ട്, ഒരു നന്മയുമില്ലാതെ ബിസിനസ് മുടങ്ങിക്കിടക്കുന്നവരുണ്ട്. കർത്താവേ, ഇന്നു രാത്രി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച് അവരുടെ കരങ്ങളിൽ ദൈവത്തിൻ്റെ നിറവിനെയും അനുഗ്രഹത്തെയും ഇപ്പോൾ ഞങ്ങൾ കൊണ്ടുവരുന്നു. സമാധാനത്തിൻ്റെ ദൈവമേ, യേശുവിൻ്റെ നിറവിനാൽ അവർ ഓരോരുത്തരും നിറയപ്പെടേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. അതെ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ കർത്താവേ, സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ബിസിനസ് സ്ഥാപനങ്ങൾക്കായി ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവേ. ആമീൻ. വർഷങ്ങൾ കഴിഞ്ഞിട്ടും കർത്താവേ ജോലിയില്ലാതെ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അപ്പോൾ തന്നെ വ്യവസായ സ്ഥാപനങ്ങൾ നടത്തുന്ന പല പ്രിയപ്പെട്ടവരും കർത്താവേ സാമ്പത്തിക പ്രതിസന്ധി നിമിത്തം അത് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വിഷമിക്കുന്നവരുണ്ട് കർത്താവേ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ആ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ആ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ വഴികളും വാതിലുകളും ഇപ്പോൾ തന്നെ അവിടെ തുറക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് കാർഷിക മേഖലയിലായിരിക്കുന്ന കർഷകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവേ. എല്ലാ പ്രതിസന്ധികളും മാറട്ടെ കർത്താവേ. ആമീൻ. പുത്തൻ വരുമാന മാർഗങ്ങൾ കർത്താവേ ആമീൻ തുറക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സുനോ, ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. പ്രൈം കേരള കുടുംബത്തിൽ നമ്മൾ നമുക്കായി പ്രാർത്ഥിക്കുന്നു, നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ we pray for ourselves, we pray for one another and we pray for others. എഡിസൺ UK-യിലെ കഴിഞ്ഞ 5-ാമത്തെ മാസത്തിൽ 12/5/2020 ഇവിടെ മിസ്സസ് വത്സ ഫിലിപ്പ് നമ്മളെ വിളിച്ച് അറിയിച്ച വിവരം ഇങ്ങനെയായിരുന്നു. കോവിഡ് പോസിറ്റീവായിട്ട് വെന്റിലേറ്ററിൽ ആയിരുന്ന വേളയിൽ പ്രൈങ്കല ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് അതിശയകരമായ
Praise the Lord. സൗഖ്യത്തെ Amen. അദ്ദേഹത്തിന് നൽകി കൊടുത്തു. നാം പ്രാർത്ഥിക്കുന്നത് കേരളത്തിൽ കോട്ടയത്തിരുന്ന പ്രാർത്ഥിക്കുന്ന, പക്ഷെങ്കിൽ സൗഖ്യം അനുഭവിച്ചത് ഇംഗ്ലണ്ടിൽ ആയിരിക്കുന്ന ആ പ്രിയപ്പെട്ടവനാ. ഇനി ഇവരുടെ വീട്ടിൽ അവക്കാഡോയുടെ മരമുണ്ടായിരുന്നു, അവക്കാഡോ. പക്ഷേ ഇതിൽ കായുണ്ടാകത്തില്ല. അപ്പോൾ ഇവർ ചെയ്തത് പ്രേയിങ് കേരളയിൽ ഇപ്പോൾ അല്പനിമിഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ വെള്ളവും എണ്ണയും ഒക്കെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ അവരും അല്പം വെള്ളം അവരുടെ കിണറ്റിൽ നിന്ന് കോരി അതിൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ഈ മരത്തിന് കൊണ്ടുവന്നൊഴിക്കാൻ തുടങ്ങി. ഇപ്പോൾ നിറഞ്ഞ് കായ്കൾ ആയിരിക്കുന്നു. പ്രാർത്ഥിച്ച് എല്ലാവർക്കും പ്രവർത്തിക്കുന്ന കർത്താവിന് നന്ദി പറയുന്നു. അനിയത്തിയുടെ മകള് ഇത് പെട്ടെന്ന് അത് സീരിയസ് ആയ സ്റ്റേജിലേക്ക് മാറി. അതിനെ ICUവിൽ കൊണ്ടുവന്നു. അപ്പോൾ എന്ന് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല എങ്കിലും ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് സർജറികളുടെ ഒരു ലിസ്റ്റ് തന്നെ അവരറിയിച്ചു. BP അങ്ങ് കൂടി നിൽക്കുകയുമാണ്. അതിൻ്റെ പ്രയാസം അവിടെ. പ്രേയിങ് കേരളയിൽ ഈ വിഷയം ഇവർ വിളിച്ച് അറിയിച്ച കർത്താവ് അതിശയകരമായിട്ട് പ്രവർത്തിച്ചു. ഒരു കുഴപ്പവുമില്ല, ഒരു സർജറിയും വേണ്ടി വന്നില്ല. പ്രാർത്ഥിച്ച എല്ലാവർക്കും പ്രവർത്തിച്ച കർത്താവിന് അവർ നന്ദി അറിയിക്കുന്നു. ഇന്ന് രാത്രി നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇതുപോലെ വിഷമിക്കുന്ന കൊച്ചുമകളുടെ വിഷയം, 3 മാസം പ്രായമായ കുഞ്ഞ് ഓക്സിജനിലും വെന്റിലേറ്ററിലും ഒക്കെ ആയിരുന്നു. ജനുവരി മുതൽ മെയ് മാസം വരെ ഹോസ്പിറ്റലായിരുന്നു. ചിന്തിച്ചു നോക്കി, 5 മാസങ്ങൾ കോട്ടയത്തുള്ള ഒരു കുടുംബത്തിലെ ഒരു കുഞ്ഞ് 5 മാസങ്ങൾ നിരന്തരമായിട്ട് ഒരു കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലായിരിക്കുക. എത്ര ലക്ഷം രൂപയുടെ ചിലവ്, എന്തുമാത്രം മാനസിക സംഘർഷങ്ങൾ. എന്നിട്ടും ചികിത്സിക്കും തോറും പ്രതീക്ഷ നമുക്കുണ്ടാകുന്നു. പക്ഷെങ്കിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന അന്തരീക്ഷത്തിലാണ് പ്രേയിങ് കേരളയെക്കുറിച്ച് ഇവർക്ക് അറിയുവാനിടയായത്. പ്രാർത്ഥനയ്ക്കായിട്ട് ആ വിഷയം അറിയിച്ചു. നമ്മൾ ചേർന്ന് പ്രാർത്ഥിച്ചു. 100% സൗഖ്യത്തോടെ ഡിസ്ചാർജ് വാങ്ങി വീട്ടിൽ പോയി പ്രാർത്ഥിച്ച എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ അവർ നന്ദി അറിയിച്ചിട്ടുണ്ട്. മുമ്പേ നമ്മൾ സ്ത്രീകളുടെ സൗഖ്യത്തിന് വേണ്ടി ഇപ്പോൾ നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ആരോഗ്യത്തോടും സമാധാനത്തോടുമായിരിക്കാൻ യോഹന്നാൻ അപ്പോസ്തലൻ യോഹന്നാൻ്റെ ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയും, കുഞ്ഞുങ്ങളെ, നിങ്ങൾ സകലത്തിലും സുഖമായും ശുഭമായും ഇരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. That is what the heart of God for his children, a father's heart for his children, that in everything his children should be in well. സ്വർഗത്തിലെ പിതാവ് ആഗ്രഹിക്കുന്നത് കർത്താവിന്റെ മക്കളുടെ 3 തലത്തിലും, ശരീരത്തിലും, ആത്മാവിലും, ദേഹിയിലും, ദേഹം, ദേഹി, ആത്മാവിൽ പൂർണ്ണ ആരോഗ്യത്തോടെ ആയിരിക്കണമെന്ന് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് യേശു കർത്താവിനെ നമുക്ക് ഓരോരുത്തർക്കും നൽകി WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ടോട്ടൽ ഹെൽത്തിനെ, പെർഫെക്റ്റ് ഹെൽത്ത് എന്നാൽ എന്ത് എന്ന് നിർവചിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞത് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ബുദ്ധിമണ്ഡലത്തിൻ്റെയും സന്തുലിതമായ ആരോഗ്യ അവസ്ഥയ്ക്കാണ് തികഞ്ഞ ആരോഗ്യമെന്ന് WHO നിർവചിച്ചിരിക്കുന്നത്. നമുക്കിന്ന് രാത്രി പ്രാർത്ഥിക്കാം. അത് യേശുവിൻ്റെ സന്നിധിയിൽ അല്ലാതെ വേറൊരു വാക്സിൻ കൊണ്ട് നമുക്ക് ലഭ്യമല്ല. താനും ഇന്ന് രാത്രി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കണം. സോ സ്ത്രീകളുടെ ഇപ്പോഴത്തെ സൗഖ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ അവർ ഓരോരുത്തരും അവരെ സൃഷ്ടിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നിറവേറ്റുന്ന സ്ത്രീയായി മാറണം. പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയായി ഓരോ സ്ത്രീയും മാറേണ്ടതിന് ഈ രാത്രി നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന വേളയിൽ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് സ്ത്രീ സമൂഹത്തിന് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു, ഞങ്ങൾ പ്രവചിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന സ്ത്രീകൾ കേരളത്തിൽ നിന്നും, ഇന്ത്യയിൽ നിന്നും, ലോകത്തിൽ നിന്നും എഴുന്നേറ്റ് വരട്ടെ. ഏതുദ്ദേശത്തിനു വേണ്ടിയാണ് കർത്താവേ അവിടുന്ന് സ്ത്രീ സമൂഹത്തെ സൃഷ്ടിച്ചത്, ആ ഉദ്ദേശത്തിന്റെ പൂർത്തീകരണം ഓരോ സ്ത്രീകളിലും നിറവേറട്ടെ. കർത്താവേ, പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഓരോ സ്ത്രീകളിൽ പൊരുന്നിരിക്കണം. സമാധാനം ഉണ്ടാക്കുന്ന സ്ത്രീകളായി മാറട്ടെ, കുടുംബം പണിയുന്നവരായി മാറട്ടെ, തലമുറയെ പണിതെടുക്കുന്നവരായി മാറട്ടെ. കർത്താവേ, വീര വനിതകൾ എഴുന്നേറ്റ് വരട്ടെ. യേശുവിനായിട്ട് ജീവനെ കൊടുക്കുന്ന ഒരു സമൂഹം യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് വരട്ടെ. കർത്താവേ, ശാരീരികമായി, മാനസികമായി, ഭൗതികമായി, ആത്മീയമായി ആരോഗ്യം, പുഷ്ടിയുള്ള സ്ത്രീ സമൂഹത്തെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിശ്വാസത്തോടെ വിളിച്ചു വരുത്തുകയാ, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈശ്വര, നമ്മൾ തിരുവനന്തപുരത്തിൽ കൂടി യേശു കർത്താവ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, വിശേഷം നിങ്ങൾ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും സ്തോത്രവും ചെയ്യുന്ന
ദൈവത്തിന്റെ സന്നിധിയിൽ പ്രസാദകരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ രാത്രിയിൽ നമുക്ക് നമ്മുടെ രാജ്യങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമുക്കറിയാം ഇന്ന് ലോകം മുഴുവൻ രോഗത്തിന്റെ അവസ്ഥയിലാണ്. കോവിഡിനെ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ട്, സമാധാനമില്ലാത്ത അന്തരീക്ഷമുണ്ട്. നമുക്ക് ഇന്ന് രാത്രിയിൽ നമ്മുടെ രാജ്യങ്ങളെ അനുഗ്രഹിക്കാം. അപ്പോൾ തന്നെ രാജ്യത്തിന്റെ ഭരണാധികാരികളെ അനുഗ്രഹിച്ച് കർത്താവിന്റെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് ലോകരാജ്യങ്ങളെ നിന്റെ കരുത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിന്റെ ഭരണാധിപന്മാരെ നിന്റെ കരുത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഓരോരുത്തരുടെ മേലും അവിടുത്തെ സമാധാനം ഉണ്ടാകട്ടെ. കർത്താവ്, അവിടുത്തെ സ്വസ്ഥത അവരുടെ മേൽ വാഴട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, അതിന്റെ ഓരോ മേഖലകളെയും നിന്റെ കരുത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗാവസ്ഥകളെ മാറ്റണമേ. കർത്താവെ, സാമ്പത്തികമായി കർത്താവ് ഓരോ ലോകരാജ്യങ്ങളും കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഞങ്ങൾ ഇന്ത്യക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രസിഡന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ സ്റ്റേറ്റിനെയും നിന്റെ കരുത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിലുള്ളതായിരിക്കുന്ന ഓരോ മേഖലയും കർത്താവ് നീ ഇവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങൾ പാർക്കുന്ന ഇന്ത്യ മറ്റനേകം രാജ്യങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഞങ്ങൾ ബംഗാളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ത്രിപുരയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മേഘാലയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട് ഒഡീഷ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഞങ്ങൾ നാഗാലാൻഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഹിമാചൽ പ്രദേശിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അരുണാചൽ പ്രദേശിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഞങ്ങൾ ആസാമിന് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവെ അനുഗ്രഹിക്കണം. കർത്താവ്, ഞങ്ങൾ പോണ്ടിച്ചേരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബീഹാറിനെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, തമിഴ്നാടിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗോവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പഞ്ചാബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനം കർത്താവ് സ്റ്റേറ്റുകൾ മേൽ ഉണ്ടാകട്ടെ. ഗുജറാത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉത്തരാഖണ്ഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി കർത്താവ്, ദൈവകൃപ കർത്താവ് രാജ്യത്ത് ഭരിക്കുന്നവരുടെ മേൽ ഉണ്ടാകട്ടെ. സിക്കിമിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതേ കർത്താവ്, തെലുങ്കാനെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ്, അങ്ങയുടെ സൗഖ്യം വാഴട്ടെ. കർത്താവെ, അപ്പോൾ തന്നെ വീണ്ടും ഇന്ത്യ അങ്ങയുടെ കാര്യങ്ങളിലേക്ക് പ്രാർത്ഥനയോടെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ, ആഫ്രിക്കയുടെ മേൽ അങ്ങയുടെ സൗഖ്യത്തെ ഞങ്ങൾ കൊണ്ടുവരുന്നു. കർത്താവെ, യേശുവിന്റെ നാമത്തിൽ ജർമ്മനിയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഐസ്ലാൻഡ് അനുഗ്രഹം പ്രാപിക്കട്ടെ, സൗഖ്യമായി തീരട്ടെ. ഇറാഖ് സൗഖ്യമായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇസ്രായേലിന്റെ മേൽ അങ്ങയുടെ സൗഖ്യത്തെ കൊണ്ടുവരുന്നു. അതെ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജപ്പാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവെ, മലേഷ്യക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുമ്പോൾ പോളണ്ടിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രാജ്യത്തിന്റെ മേൽ ദൈവ മഹത്വം വെളിപ്പെടട്ടെ. കർത്താവെ, ഓസ്ട്രേലിയക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. USA ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുമ്പോൾ കാനഡയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവെ, we pray for China, Father. Let your kingdom come in China. We pray for Denmark. Let your power be manifested in Denmark, Lord. We pray for Belgium and France, Father God. Let your purposes be fulfilled in these nations, Father God. We pray for Brazil and Egypt, Father. Let your kingdom come and let your will be perfected in Bangladesh, Father God. We bless Austria in the name of Jesus. Lord, we pray for Finland, Father God. We speak Jehovah Rapha into every nation of the world, Father God. We pray for Greece and Iran. Let your purpose be fulfilled in these nations, Father God. We pray for Ireland. We bless her in the name of Jesus. We pray for Italy. Let your kingdom come in Italy, Father God. We pray for Kuwait, Father God. Let your power and presence penetrate through Netherlands, oh Lord, Father God. We pray for Norway. Let your kingdom be manifested in Oman and Norway, Father God. We pray for the Middle East. We pray for Pakistan, Father God. Let your kingdom come and let your will be done in these nations, Father God. We pray for Russia. We pray for South Korea, Father God. Let your kingdom come in these nations, Father God. We pray for Qatar, Father God. Lord, let your purpose, let your plans, Lord, let your supreme purpose be fulfilled in Turkey, Father God. Lord, we pray for United Kingdom and United States of America, Lord, especially as they are about to face the election in few hours. So God, we pray that the right person will be in the office, re-elected, and bless him, bless the present administration, Lord. We pray for every person in authority. Bless them, Father. We declare shalom over United States of America, Lord. കർത്താവേ, അമേരിക്കയിൽ അടുത്ത ചില മണിക്കൂറുകൾക്ക് ശേഷം ഇലക്ഷൻ നടക്കാൻ പോകുന്നു. അനേകർ ഇന്ത്യക്കാര്, കേരളത്തിൽ നിന്നുള്ളവർ, ഞങ്ങളുടെ ബന്ധുക്കൾ, കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ടവർ, മക്കളൊക്കെ പാർക്കുന്ന ആ രാജ്യത്ത് നടക്കുന്ന ഇലക്ഷന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രേയിങ് കേരളയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നതിനാൽ ഞങ്ങൾ ഇന്ന് രാത്രി ഒന്നിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സമാധാനം ഉണ്ടാകട്ടെ. സമാധാനപരമായ ഒരു ഇലക്ഷൻ അവിടെ ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പല കാരണങ്ങളെ ചൊല്ലി വെടിവെപ്പും തീവെപ്പും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. ഒത്തിരി പേര് ഭയത്തോടെ ആയിരിക്കുന്നു. യേശുവേ, നിന്റെ സമാധാനത്തെ ഞങ്ങൾ അവിടെ കൊണ്ടുവരുന്നു. ഫിലിപ്പൈൻ
ഫിലിപ്പൈൻസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കോളിളക്കങ്ങൾ, ആ മഴ, പേമാരി, ആ ഭൂകമ്പം, അതിന്റെ കെടുതികളിൽ നിന്ന് ആ രാജ്യം സംരക്ഷിക്കപ്പെടട്ടെ. കർത്താവെ, മാറ്റി പാർപ്പിച്ചിരിക്കുന്ന ജീവിതങ്ങളോട് കരുണ തോന്നണം, സൗഖ്യമാക്കണം. തുർക്കിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏജിയൻ സീല് കടലിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ ഭൂകമ്പം നിമിത്തം, സുനാമി നിമിത്തം ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം, ആൾനാശങ്ങൾ, കെട്ടിടങ്ങൾ കൂട്ടം കൂട്ടമായി മറിഞ്ഞു വീഴുന്ന സിറ്റുവേഷൻ, ജനജീവിതം താറുമാറിലായി പോയത്, ഇന്ന് ഒരു പകൽ ഞങ്ങൾ ഈ രാത്രി ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. തുർക്കിയുടെ മേൽ, Lord, we pray for Turkey. In Jesus' name we pray for Turkey, oh Lord. Bless her, Father. Have mercy upon those suffering ones, oh Lord, due to tsunami, oh God. We pray for Philippines as well, Lord. We pray for every flood affected nations in the world. Bless them. Protection of the Lord be upon them. Also, Lord, we pray for nations which are under wildfire, oh Lord. Protection of the Lord be upon them. Have mercy upon them. Lord, there are nations which always burn in unrest due to different reasons, oh Father God. Have mercy upon them. Father, we pray and dream for a world without bloodshed, oh God. Have mercy upon the entire universe and the earth, oh God. Have mercy upon us, oh God. We pray in Jesus' mighty name that the peace of God will reign in every heart. ഓരോരുത്തരുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ സമാധാനം നിറയേണ്ടതിന് ഇന്ന് രാത്രി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു യേശുക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. അതേ കർത്താവേ, ഞങ്ങൾ ഒരിക്കൽ കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സമുദ്രത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി മുഴുവനും നിന്റെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ നിറയപ്പെടുമെന്ന് വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ കർത്താവേ, നിന്റെ മഹത്വം ഭൂമിയിൽ നിറയട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ, അയൽ രാജ്യങ്ങൾ തമ്മിൽ കർത്താവേ സമാധാനമല്ലാത്ത അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന രാജ്യങ്ങളുണ്ട്. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സമാധാനപരമായ അന്തരീക്ഷം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഉണ്ടാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോക രാജ്യങ്ങളിൽ നിന്നും ദാരിദ്ര്യം മാറട്ടെ. കർത്താവേ, ആമേൻ, കെടുതികൾ മാറട്ടെ. കർത്താവേ, രാജ്യങ്ങളുടെ മേൽ ദൈവിക സമാധാനം ഉണ്ടാകട്ടെ, ദൈവിക സംരക്ഷണം ഉണ്ടാകട്ടെ, ദൈവിക സൗഖ്യം ഉണ്ടാകട്ടെ. നിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഇപ്പോൾ brother couldn't sleep yesterday and something is haunting me badly. ഒരു സഹോദരൻ, നമുക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം, ചെങ്ങന്നൂരിൽ നിന്ന് ഈ വിവരം അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇതുപോലെ പല കാര്യങ്ങൾ വേട്ടയാടപ്പെടുന്ന ആളുകളുണ്ട്. ഉറക്കത്തിൽ സ്വപ്നങ്ങൾ കണ്ട് പേടിച്ച് അരണ്ട് നടക്കുന്ന ആളുകളുണ്ട്. നഷ്ടപ്പെട്ട ഓർത്ത് വിലപിച്ച് ഉറങ്ങാൻ പറ്റാതെ പോകുന്നവരുണ്ട്. ഇന്ന് രാത്രി അല്പം എണ്ണയോ വെള്ളമോ കരങ്ങളിൽ എടുക്കുക, വീട്ടിലുള്ളത് എടുക്കുക, പൈപ്പിലുള്ളതാണെങ്കിൽ അതെടുക്കുക, കിണറ്റുള്ളതാണെങ്കിൽ കോരിക്കൊണ്ട് വരിക. തിരുവെഴുത്തിൽ വായിക്കുന്നത് ഇങ്ങനെ, യാക്കോബിന്റെ ലേഖനം 5:14-15 നമ്മൾ വായിക്കുന്ന ഇങ്ങനെ, നിങ്ങൾ രോഗികളായിരിക്കുമ്പോൾ സഭയിലെ മൂപ്പന്മാരെ വരുത്തുന്നു, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. ഇന്ന് രാത്രി നമ്മെ സൗഖ്യമാക്കുന്ന, നമ്മുടെ ശരീരത്തിൽ എണ്ണ പുരട്ടി പ്രാർത്ഥിക്കുക. സിനിമത്തിന് നന്നായിട്ടറിയാം, ഞാൻ എണ്ണ തൊട്ട് പ്രാർത്ഥിച്ചതിന്റെ സൗഖ്യങ്ങൾ ഒരുപാട് മേഖലകളിൽ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. പ്രാർത്ഥിച്ചു വെള്ളം എടുത്ത് കുടിക്കുന്നതിന്റെ നന്മ നമ്മൾ അനുഭവിക്കുന്നു. പ്രാർത്ഥിച്ചു വെള്ളം തളിക്കുമ്പോൾ അവിടെ അനുഗ്രഹിക്കപ്പെടുന്നു. വലിയ പാർപ്പിട സമുച്ചയങ്ങൾ, വലിയ ഷോപ്പിംഗ് മാളുകൾ, കൊച്ചു മുറുക്കാൻ കടകൾ എന്ന് വേണ്ട വിവിധ തുറകളിലൂടെ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർ അനുഭവിച്ചിരുന്ന ദുരിതങ്ങളിൽ നിന്ന് യേശു അവരെ പുറത്തു കൊണ്ടുവരുന്നത് കാണുവാൻ നമുക്ക് സാധിക്കുന്നു. Praying Kerala is all about an answering God in Jesus. Praying Kerala കുടുംബത്തിൽ നമ്മൾ ഒരേ ഒരുവനെയാ ഇന്ന് രാത്രി നമ്മൾ ആശ്രയിക്കുന്നതും നമ്മൾ വിശ്വസിക്കുന്നതും നമുക്ക് മറുപടി നൽകുന്ന, ഉത്തരമരുളുന്ന യേശു, ഉത്തരമരുളുന്ന യേശു. ഞങ്ങളോട് ചേർന്ന് ഉറക്കം പറഞ്ഞാട്ട്, ഉത്തരമരുളുന്ന യേശു, മറുപടി നൽകുന്ന യേശു, ഹല്ലേലൂയ, എഴുന്നേൽപ്പിക്കുന്ന യേശു, സൗഖ്യമാക്കുന്ന യേശു, ഹല്ലേലൂയ, ക്ഷമിക്കുന്ന യേശു. അങ്ങനെയല്ല നമ്മൾ തിരുവഴുത്തിൽ വായിച്ചത്. യാക്കോബ് 5:15 നമ്മൾ വായിക്കുന്നത്, കർത്താവ് ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് എഴുന്നേൽപ്പിക്കും, ക്ഷമിക്കും, രക്ഷിക്കും, എഴുന്നേൽപ്പിക്കും, ക്ഷമിക്കും. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ എന്റെ എഴുന്നേറ്റത്തിന്റെ സമയമാണ്. ഞാൻ ക്ഷമ അനുഭവിക്കുന്ന സമയമാണ്. ഞാൻ രക്ഷ അനുഭവിക്കുന്ന സമയമാണ്. കർത്താവായ യേശുവേ, എനിക്കങ്ങേ ആവശ്യമുണ്ട്. എന്നിൽ അവിടുന്ന് വസിച്ച് എന്നെ അനുഗ്രഹിച്ച് എന്നെ സൗഖ്യമാക്കി എന്നെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാക്കണമേ. സിനിമതറെ, ജനലക്ഷങ്ങളുടെ പ്രാർത്ഥനയത് ഒന്നിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ
കർത്താവെ പ്രിയങ്കല കുടുംബങ്ങൾ ഒരുമിച്ച് കർത്താവെ പ്രാർത്ഥനയ്ക്കായി കരങ്ങളെടുത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ എണ്ണയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ വേദനയുള്ള ഭാഗത്ത്, കർത്താവെ പാടുള്ള ഭാഗത്ത്, രോഗമുള്ള ഭാഗത്ത് അത്ഭുതകരമായ സൗഖ്യം നടക്കട്ടെ. കർത്താവെ വെള്ളം കർത്താവെ മനുഷ്യൻ കൊടുക്കുന്നുണ്ട്, മൃഗങ്ങൾക്ക് കൊടുക്കുന്നു, കർത്താവെ കൃഷി മേഖല ഉപയോഗിക്കുന്നുണ്ട്. അത്ഭുതകരമായ വിടുതൽ നടക്കണം. കർത്താവെ പഠന ഉപകരണങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആധാരങ്ങളും കർത്താവെ അതുപോലെ രേഖകളും എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ആവശ്യങ്ങളെ അവിടെ നിറവേറ്റം. കർത്താവെ പാസ്പോർട്ടുകൾ എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവെ താക്കോലുകളെ പണം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ സകല മേഖല അവിടെ അനുഗ്രഹിക്കണം. കരങ്ങളുടെ പ്രവർത്തികളെ സാധ്യമാക്കി കൊടുക്കുന്ന കർത്താവെ അവിടുന്ന് ഞങ്ങളിൽ വസിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി തീർക്കണം. എന്റെ കർത്താവ് അനുഗ്രഹിക്കുന്നവർക്ക് സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കേരളയുടെ ഈ പ്രാർത്ഥന മലയാളത്തിനപ്പുറത്തേക്ക്, ഇതാ മലയാളത്തിലാണെങ്കിലും മലയാളത്തിനപ്പുറത്തേക്ക് ലോക രാജ്യങ്ങളിൽ കർത്താവ് ഇത് കൊണ്ടുവന്ന്. സിനിമ ഇന്നിപ്പോ എത്ര ദിവസങ്ങളായി? ഇന്ന് 2447ാമത്തെ ദിവസത്തിൽ നമ്മൾ രാവിലെ ഹാർവസ്റ്റ് ടിവിയിലൂടെ 6 മുതൽ 7 വരെ തത്സമയം നടക്കുന്ന പ്രാർത്ഥനയും ആരാധനയും, ഈ ഒരു സംവിധാനം, ഇങ്ങനൊരു പ്രാർത്ഥന ടെലിവിഷൻ മേഖലയിലേക്ക്, ലോക രാജ്യങ്ങളിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവരുവാൻ ദൈവം കർത്താവ് ബ്രേക്ക് കേരള കുടുംബത്തെ ഉപയോഗിച്ച് നേരത്തെ ഉണ്ടായിരുന്ന ആരാധന രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദൈവത്തിൽ നിന്ന് ആരാധനയെക്കുറിച്ചുള്ള ഉയർന്നൊരു വെളിപ്പാട് സ്വീകരിച്ച മോശ ആരാധനയുടെ ഒരു പുതിയ ക്രമം സ്ഥാപിച്ചെടുത്ത് സമാഗമന കൂടാരത്തിൽ ചെന്നുള്ള ആരാധന അദ്ദേഹം സ്ഥാപിച്ചെടുത്തു. വീണ്ടും ദാവീദ് മുൻപോട്ട് തലമുറകൾ മാറുമ്പോഴേക്കും മൃഗങ്ങളെ അർപ്പിച്ച്, വസ്തുക്കളെ അർപ്പിച്ചുള്ള ആരാധനയ്ക്ക് പകരം ആരാധനയുടെ എസൻസിനോ ആരാധിക്കപ്പെടുന്ന വ്യക്തിക്കോ ഒരു മാറ്റം വരുന്നില്ല. പക്ഷേ നമ്മുടെ ദൈവനിർമ്മിതമായ ശരീരത്തിൽ നിന്ന് ഉയരുന്നതായ ശബ്ദം, പാട്ടുകൾ ആരാധനയായിട്ട് സ്വീകരിക്കുന്ന ഒരു ദൈവസന്നിധിയിലേക്ക് ആരാധന, മനുഷ്യന്റെ നൃത്തം ചെയ്യുവാനുള്ള കഴിവുകൾ ഒക്കെ ആരാധനയായിട്ട് അർപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ഉയർന്ന വെളിപ്പാട് ദാവീദ് സ്വീകരിച്ചു. എന്നതുപോലെ ലോക ചരിത്രത്തിൽ നിലനിന്നിരുന്നതായ ടെലിവിഷൻ ക്രിസ്ത്യൻ മിനിസ്ട്രീസിൽ നിന്ന് 100% വ്യത്യസ്തമായിട്ട് കർത്താവിൽ നിന്ന് പ്രാപിച്ച ഈ ഒരു ശുശ്രൂഷ ലോക രാജ്യങ്ങളിലേക്ക് കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഉപയോഗിച്ചപ്പോൾ ഇന്ന് ലോകരാജ്യങ്ങൾ അനേകം ഇതേ മാതൃകയിൽ ശുശ്രൂഷകൾ ചെയ്യുന്നു. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഡാളസില് 6 മാസത്തിനുള്ളിൽ ആർട്ടറികൾക്ക് ബ്ലോക്ക് ഉണ്ടായിട്ട് 3 സർജറികൾ കഴിഞ്ഞതായ ഒരു മനുഷ്യൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ, ജെഫ് ക്രോപ്ലി, അദ്ദേഹത്തിന് കോവിഡ് ബാധിച്ച് വളരെ സീരിയസ് സ്റ്റേജിൽ 5 ദിവസങ്ങൾ മിനിമം ആ സ്ഥിതിയിൽ കിടന്നാലേ അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുകയുള്ളൂ. രാത്രിയിൽ ഇവരെ ബ്രെയിൻ കേരളയുടെ നമ്പറുകളൊക്കെ തപ്പിയെടുത്തിട്ട് ഇവർ വിളിച്ചു, ഒരു മെസ്സേജ് അറിയിച്ചു. നമ്മൾ തിരിച്ചവരെ വിളിച്ചു. സിനിമതരെ കർത്താവിൻ്റെ സന്നിധിയിൽ പിറ്റേ ദിവസം രാവിലത്തെ പ്രാർത്ഥന അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഡോക്ടേഴ്സ് വെന്റിലേറ്ററിലായിരുന്നതിന്റെ പിറ്റേ ദിവസം രാവിലെ അവരെ വിളിച്ചു പറഞ്ഞത്, something happened, that something happened, that something has been done by the Lord God Almighty in Jesus. അത് മറ്റാരുമല്ല അത് പ്രവർത്തിച്ചത്. പ്രയോജനം 5 ദിവസങ്ങൾ, ഏറ്റവും കുറഞ്ഞത് 5 വെന്റിലേറ്റർ എന്ന് പറഞ്ഞത്. പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് പോയി. ഇന്ന് ഈ യേശു എത്ര നല്ലവൻ. നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കണം. കോവിഡ് രോഗത്താൽ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ പുരുഷ സമൂഹത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ആൺകുഞ്ഞു മുതൽ ഏറ്റവും പ്രായമുള്ള പുരുഷൻ വരെ അവർ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന ആണുങ്ങളായി മാറണം, പ്രാർത്ഥിക്കുന്ന പുരുഷനായി മാറണം. ഞങ്ങളോട് ചേർന്ന് ഒന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ, പ്രാർത്ഥിക്കുന്ന പുരുഷന്മാർ, പ്രാർത്ഥിക്കുന്ന പുരുഷന്മാർ, ഞാൻ ജീവിച്ചിരിക്കുന്ന തലമുറയിൽ പ്രാർത്ഥിക്കുന്ന പുരുഷന്മാർ. നമുക്ക് ഒന്നിച്ചൊന്ന് പറയാം, പ്രാർത്ഥിക്കുന്ന പുരുഷന്മാർ. Praying men around the world. Lord, we need praying men. Every man, every boy under heaven must become a praying person, a praying man. ആകാശത്തിന്റെ കീഴിൽ ഓരോ പുരുഷനും പ്രാർത്ഥിക്കുന്ന പുരുഷനായി മാറണം. എങ്കിലേ രക്തച്ചൊരിച്ചിലില്ലാത്ത ലോകം ഉളവാകത്തുള്ളൂ, ആത്മഹത്യയില്ലാത്ത ലോകം ഉളവാകണം, ഇല്ലാത്ത ഒരു ലോകം ഉളവാകണം. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അത് സാധിക്കട്ടെ. ഇന്ന് രാത്രി ചിലരുടെ ഒക്കെ ഉള്ളിൽ കയ്പും പകയും പ്രതികാരവും ഒക്കെ ഉണ്ട്. അതൊക്കെ മാറിപ്പോകേണ്ടതിന് നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. 2 വിഷയങ്ങൾ. ഒന്ന്, പുരുഷന്മാർ, ആ പ്രാർത്ഥിക്കുന്ന പുരുഷന്മാരുള്ള ആകട്ടെ. 2,
രോഗികളുടെ, കോവിഡ് രോഗികളുടെ സൗഖ്യത്തിനായി നമ്മൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതേ കർത്താവ് ഞങ്ങളുടെ തിരുവചനം പറയുന്നു, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കല്ലോ, ഒരു ബാധയും നിന്റെ അതെ കൂടാരത്തിനടുക്കില്ല. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവേ നിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവേ, ആമേൻ, കോവിഡ് നിമിത്തം വിഷമിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിപൂർണമായ സൗഖ്യവും വിടുതലും യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ തന്നെ പുരുഷ സമൂഹത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ യേശുവേ നിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഭൂമിയിലുള്ള ആമേൻ പുരുഷന്മാർ, അവർ കർത്താവേ അതെ ഞങ്ങളുടെ സഹോദരന്മാര്, അവർ പ്രാർത്ഥിക്കുന്നവരായി മാറട്ടെ, അവർ ദൈവമുഖം അന്വേഷിക്കുന്നവരായി മാറട്ടെ കർത്താവേ. മദ്യപിക്കുന്നവരുണ്ട്, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവേ അവർ അതിൽ നിന്ന് പുറത്തു വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കുടുംബ തകർച്ചകളുടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവേ, യേശുവിന്റെ നാമത്തിൽ സമാധാനം അവർക്ക് ഉണ്ടാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കേസുകളിൽ അകപ്പെട്ട് ജയിലുകളിൽ അടയ്ക്കപ്പെട്ടവരുണ്ട് കർത്താവേ, വലിയ സ്വാതന്ത്ര്യം ഇപ്പോൾ അവർക്ക് ഉണ്ടാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. touching lives all across the globe as a result of us praying together. We have completed 2,447 days of praying together, praying for the suffering humanity. Read in Gospels, Jesus moved with compassion when he saw the suffering multitudes. കഷ്ടപ്പെടുന്നതായ പുരുഷാരത്തെ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു അവരോട് മനസ്സലിഞ്ഞു എന്നാണ് നാം വായിക്കുന്നത്. Bible says he will not forget, cast away a broken reed. ഒരിക്കലും ചതഞ്ഞ ഒരു ഓടയെ അവൻ ഒടിച്ചു കളയത്തില്ല, നീക്കിക്കളയുന്ന ദൈവമല്ല. Jesus never rejects anyone around the world. നമുക്കറിയാം യേശു ഒരാളെ പോലും ആരെയും അവൻ തള്ളിക്കളയുന്നില്ല. In other words, everyone can go and approach Jesus and call him Abba, Father, Jesus. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏതൊരു വ്യക്തിക്കും എവിടെ വെച്ച് എപ്പോ വേണേലും യേശുവേ അപ്പ, എന്റെ പിതാവേ എന്ന് വിളിക്കാൻ അവരെ അവൻ അനുവദിക്കുന്നു. They can do it in their own languages. അവർക്കെല്ലാവർക്കും തങ്ങളുടെ സ്വന്തം ഭാഷ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അതിശയം. Many languages in the world do not have script, even though there is no script and grammar and textbook. Amen. They can call him Abba, Father, Jesus. Amen. And they can experience the salvation of the Lord that same moment. ലോകത്തിൽ ഒത്തിരി ഭാഷകൾക്ക് ലിപിയുണ്ട്, പക്ഷെങ്കിൽ ലിപി ഇല്ലാത്ത നൂറുകണക്കിന് ഭാഷകൾ, ആയിരക്കണക്കിന് ഭാഷകൾ ഇന്ന് ലോകത്തിലുണ്ട്. 550-ലധികം ഭാഷകൾ നമുക്ക് ഇന്ത്യയിൽ തന്നെയുണ്ട്. ആമേൻ. എന്നാൽ ലിപി ഇല്ല എങ്കിൽ പോലും അവർക്കും ഇത് ഒന്നും എഴുതപ്പെട്ട ലിഖിതമായ ഒരു രേഖ ഇല്ലെങ്കിൽ പോലും അവർക്കും വിളിച്ചു പറയാം, എന്റെ യേശുവേ, എന്റെ അപ്പാ എന്ന് വിളിക്കാൻ അവർക്ക് കഴിയും. And the reason is in Luke chapter 1 verse 37, with God nothing is impossible. നമ്മൾ ഇന്ന് ചിന്തിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ കുടുംബത്തിൽ അവൻ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്നുള്ള ലൂക്കോസ് 1:37 വാക്യമാണ്. Come on, repeat after me if you can. With my Jesus there is nothing impossible.
നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം ഇന്ന് രാത്രി ഒരുമിച്ച് ഇങ്ങനെ പറയുകയാണെങ്കിൽ എന്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല, എന്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലെന്നൊന്ന് പറഞ്ഞാൽ, You may be a person who is going through that fearful situation since many decades. ആമേൻ. അനേകം നാളുകളായിട്ട് ജീവിതത്തിൽ ഭീതിയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാകാം, ഒരു കുടുംബമാകാം എന്നെ ശ്രദ്ധിക്കുന്നത്. Maybe many of your neighbors are caught up with COVID-19 virus and you still have that fear that if that happens in my life, what would be my tomorrows? നിങ്ങളുടെ അയൽപക്കത്തുള്ളവരെല്ലാം തന്നെ കോവിഡ്-19 ബാധിക്കപ്പെട്ടിരിക്കുമ്പോൾ ആമേൻ ഇനി എനിക്കുണ്ടാകുമോ എന്നുള്ള ഭീതിയിൽ കഴിയുന്ന നിരവധി കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട്. And there are many other reasons for us to be fearful. മാത്രമല്ല കോവിഡ്-19 മാത്രമല്ല, ഭയപ്പെടാൻ ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. We have this good news for you. Jesus is the same yesterday, today and forevermore. എന്നാൽ ഈ രാത്രി ഞാൻ നിങ്ങളോട് ഒരു ദൂത് പറയട്ടെ. എന്റെ യേശു ആരാണ്? അവൻ ഇന്നലെ എങ്ങനെയാണോ ഇന്നവൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും അവൻ നാളെയും. And Bible says with God in Jesus nothing will be impossible. ഒന്നുകൂടെ ലൂക്കോസ് 1:37 ഇങ്ങനെ പറയുന്നു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. Let's pray. Father, I am going through tough situations. Intervene into my life, Lord. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടിന്റെ സാഹചര്യത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു. ഫ്രണ്ട് BP കൂടി, ഞരമ്പ് പൊട്ടി, വെന്റിലേറ്ററിൽ ഡോക്ടേഴ്സ് കൈവിട്ടു, അസാധ്യതകളിലൂടെ പോയി. പ്രൈം കേരളയിൽ 29/10/2020 അവർ അറിയിച്ചിരിക്കുന്നത്, പ്രൈം കേരള ചേർന്ന് പ്രാർത്ഥിച്ചു, കൈവിടാത്ത യേശു 100% സൗഖ്യം നൽകി. പ്രാർത്ഥിച്ചെല്ലാവർക്കും നന്ദി പറയും. ലെറ്റ്സ് പ്രേ. ഫാദർ, ഇന്ന് രാത്രി അസാധ്യതകളിലൂടെ പോകുന്നവരുണ്ട്, അവരുടെ മേൽ യേശുവിന്റെ വിടുതലിനെ കൊണ്ടുവരുന്നു. കണ്ണുനീരിനെ അവിടുന്ന് തുടയ്ക്കും. Lord, you will wipe our tears. Bless us together, Lord. There are many millions passing through tough terrains of life. Heal them, raise them up, oh God. കർത്താവേ, ജെയിംസ് വാസ്റ്റർ കഴിഞ്ഞ 12 മണിക്കൂർ നമ്മൾ എഴുതിയെടുത്ത പ്രാർത്ഥന വിഷയങ്ങളാണ് ദൈവകരങ്ങളെ കർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓരോ വ്യക്തിക്ക് വേണ്ടി, ഓരോ വിഷയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു എന്ന മറുപടിയെ അവരിലേക്ക് കൊണ്ടുവരുന്നു. ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു, വ്യക്തികളെ അനുഗ്രഹിക്കുന്നു. We bless the nations of the world in Jesus' mighty name. We thank you, Lord, for who you are and what we have in Jesus. യേശുവിൻ നാമത്തിൽ പിതാവേ, മറക്കരുത്, ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. You are born to be a winner always in Jesus. എന്നും യേശുവിൽ വിജയാളിയാകുവാൻ താങ്കൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ചേർന്ന്